ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ യോഗം പരിസമാപ്തിയിലേക്ക് പോകും. ആകാശത്തിലെ പറവയും സമുദ്രത്തിലെ മത്സ്യം അഥവാ കപ്പൽ, കാട്ടിലെ മൃഗങ്ങൾ, അതുപോലെ തന്നെ കരപ്പട്ടാളമെല്ലാം യഹോവയുടെ സന്നിധിയിൽ വിറയ്ക്കും. ഏറ്റവും നിർണായകമായ ദിവസം. ഇനി 3 ഭാഗങ്ങൾ. 1, ഈ യുദ്ധത്തിൽ ഇന്ത്യ പങ്കെടുക്കുമോ? 2, അന്ന് മനുഷ്യൻ മരിച്ചാൽ അവസ്ഥ. 3, ആറ്റമായുധം ഇതിൽ പൊട്ടിയാൽ ലോകത്തിൻ്റെ അവസ്ഥ. 4, ഇതിൽ നിന്ന് ഒഴിവാകാൻ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാം. അത് പറയുമ്പോൾ ഈ കൺവെൻഷൻ തീരും. 4 വാക്യങ്ങൾ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഈ യുദ്ധത്തിൽ ഇന്ത്യ രാജ്യം പങ്കെടുക്കുമോ? ആരൊക്കെ ഇതിൽ പങ്കെടുക്കും? വായിക്കാം. യെശയ്ക്കേൽ പ്രവചനം 39:8-9 വാക്യങ്ങൾ. അതായത് BJP ഗവൺമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഭരിക്കുന്നത്. വായിക്കാം. ഇതാ അത് വരുന്നു, അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞങ്ങളുടെ പ്രഭാഷകരെ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ അല്ല, യഹോവയായ കർത്താവ് പറയുന്നത്. ഇസ്രായേലിനെതിരെ ഒരു 3-4 ലോകമഹായുദ്ധം വരും. അടുത്തത് ഇനി യുദ്ധം കഴിഞ്ഞാൽ വായിച്ചാട്ടെ. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം, ഡേ ഓഫ് ലോർഡ്, കുഞ്ഞാടിന്റെ കോപ ദിവസം, ഞാൻ അരുളി ചെയ്ത ദിവസം. അടുത്ത വാക്ക്, ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട്. ഇന്ത്യയുടെ കാര്യമായി വായിക്കുന്ന ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ലോകത്ത് കുറുവടി പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കൈ ഉയരുന്നില്ലല്ലോ. അവരാ നമ്മുടെ RSS BJP സഹോദരങ്ങൾ. അവരാ കുറുവടിയായിട്ട് യുദ്ധത്തിന് പോവും. അതിനായി മോഡി സാറ് ഇപ്പോൾ ഒരു പരിപാടി കൊണ്ടുവന്നു. അതിൻ്റെ പേരാ, പണ്ട് പട്ടാളത്തിൽ എത്ര 15 കൊല്ലം അന്തക്കാലം മുടിഞ്ചാച്ച്. ഇപ്പം പട്ടാളത്തിൽ ഒരു പരിപാടി വന്ന് അഗ്നിപത്, അഗ്നിവീർ, കരമുയർത്തിയാട്ടെ 5 വർഷം. സ്വോത്രം. ഇതെന്തിനാണെന്നറിയാമോ? സാധാരണ സംഭവമല്ല. യുദ്ധത്തിന് വേണ്ടി ആൾക്കാരെ പരിശീലിപ്പിച്ച് മാസശമ്പളം കൊടുത്ത് ഏത് സമയവും വിളിച്ചാൽ അവർ വരുവാൻ വേണ്ടിയാ. 47 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായി. ഇന്ന് എത്ര കൊല്ലമായി? 75 കൊല്ലം കഴിഞ്ഞു. താഴെക്കുന്ന മക്കളെ 77 വർഷമായി. ഇതുവരെ നിങ്ങളുടെ വീട്ടിനടുത്ത് കരസേനക്കാരുണ്ടായിരുന്നു, വ്യോമസേനക്കാരുണ്ടായിരുന്നു, നാവികസേന. പട്ടാളത്തിൽ പോകുന്നവൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രായം പരിധി എത്ര? 15 വർഷം. എഴുതി കൊടുത്ത് പുറത്തു വരാം. നല്ല ജോലിക്കാരനാണ് 56-60 നിൽക്കും പൈസ അടിക്കാൻ. സ്വോത്രം. അതെല്ലാം മോഡി സാർ മാറ്റിയിട്ട് കരസേന റാലി, കാട്ടാക്കട, വെള്ളറട, ആര് വരും പാങ്ങോട്ടുന്ന്, only 5 year അഗ്നിപത്, അഗ്നിവീർ. അതിൻ്റെ അർത്ഥം 2 ദിവസം കറണ്ടില്ലെങ്കിൽ അമ്മമ്മ വെള്ളം ടാങ്കിനകത്ത് 1000 ലിറ്റർ അടിച്ചിടുന്നത് പോലെ ഇന്ത്യ 15 ലക്ഷത്തിൽ പരം പട്ടാളക്കാരെ ട്രെയിൻ ചെയ്ത് നിർത്താനോ അഗ്നിപത്, അഗ്നിവീർ. അവസാനം ഒരു അന്തിമ യുദ്ധം വന്നാൽ വാട്സപ്പിൽ പടപട വരും. മിലിറ്ററിയിൽ 5 വർഷം സേവനം അനുസരിച്ച് ഒരു ഇഞ്ഞോട്ട് പോരാൻ, സൈന്യമാക്കാൻ. ഇതൊക്കെ സംഭവിക്കാറായില്ലേ? അതാ അഗ്നിപത്, അഗ്നിവീർ. आजादी का अमर धोने वाला है. 70-7 साल अभी चल रहा है भाई और बहनों. मगर इंडिया का मिलिट्री कैसा चल रहा हुआ है? पहले एक मिलिट्री में एक बेटा उधर काम करेगा, 15 साल करेगा, उसका बाद में वो घर में बैठेगा, पेंशन उठाएगा. मगर उसका कानून आज इंडिया का गवर्नमेंट श्री मोदी जी बदली करके 5 साल का मिलिट्री वाला लड़का को तरतीब करता. इसका अंदर आने वाला लड़ाई के लिए इंडिया तैयार होता है. കരമുയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ഇടയ്ക്ക് പടയ്ക്ക് ഇന്ത്യയിലൊക്കെ പോകണം. സ്വോത്രം. അല്ലേ ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുക്കണം, കാര്യങ്ങൾ സംസാരിക്കും. ഇന്ന് രാത്രി ഞാൻ പറയാം, വെള്ളറുടെ പോയാലും കാട്ടാക്കട പോയാലും ചായ ഒഴിക്കുന്നവന് ശിംഷോൻ ഭാഷ ഹിന്ദിക്കാരനാണ്. സ്വോത്രം. ഏത് സ്റ്റാൻഡിൽ ചോദിച്ചാലും ചായ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നത് ക്യാ ചായ എന്നോ. സ്വോത്രം. അത് മാത്രമല്ല, കളിക്കാവളെ എൻ്റെ വേണ്ടപ്പെട്ട സ്ഥലവും. കളിക്കാവളെ അവിടെ ഇറങ്ങുന്നിടത്ത് 24 hours ചായ കിട്ടുന്ന സ്ഥലമാണ്. 2 കടകൾ. കളിക്കാവളെ ബസ് സ്റ്റാൻഡ് അപ്പുറം. അവിടെയും കഴിഞ്ഞ ആഴ്ച ഹിന്ദിക്കാരൻ നിൽക്കുന്നു. കിദർസയായ മാലും നെയ്യ്. സ്വോത്രം. എല്ലാവും പിടിച്ച് അമ്മമ്മേ
ചായ ഇട്ടണമെങ്കിലും 2 ഹിന്ദി വാക്ക് പഠിച്ചേക്കണം. സ്വോത്രം. സന്തോഷമില്ലല്ലോ. വടക്കേ ഇന്ത്യ പോകുന്ന കർത്തൃവേലക്കാരുടെ സ്വോത്രം. ഇതൊക്കെ പഠിച്ചെങ്കിലും സൂചിച്ചിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് 47 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. 77 കൊല്ലമായി 2024 നാം കടക്കുന്നു. ഇന്ന് വരെ കാണാത്തൊരു വാർത്ത. 5 വർഷമുള്ള മിലിറ്ററി ഇന്ത്യ റെഡിയാക്കുന്നു. കാര്യം, ഒരു യുദ്ധമുണ്ടായാൽ ഫയർ എഞ്ചിൻ കുതിച്ചു വരുന്നത് പോലെ മിലിറ്ററിയെ ക്ലിയർ ചെയ്യാൻ അവിടം വരെയായി. നമ്മൾ ഇതുവരെ അനങ്ങിയിട്ടില്ല. സ്വോത്രം. ഇതെല്ലാം അന്തിമ യുദ്ധത്തിന് വേണ്ടിയാ. ബാക്കി ഞാൻ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം സംഭവിച്ചാൽ മനുഷ്യന്റെ അവസ്ഥ അതെങ്കിലും കേട്ടി നാട്ടുകാർ മാനസാന്തരപ്പെടണം. അതുകൊണ്ട് വെളിപ്പാട് തൊടാത്ത വൈക്കമള എസക്കേൽ 39, 14, 15 ഈ ആറ്റമായതെല്ലാം കൂടെ പൊട്ടും. 12,000 ആറ്റമായതാ പൊട്ടാൻ പോകുന്നത് യുദ്ധത്തിനകത്ത്. ഇതെല്ലാം കൂടെ പൊട്ടിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്താകും? വായിക്കാം. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ. വായിച്ചാട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. അതിന്റെ സാമ്പിളാ കോവിഡ് കാലം. കണ്ടില്ലേ നിങ്ങൾ? നിങ്ങളുടെ ബന്ധുക്കളാരൊക്കെ മരിച്ചു, അപ്പച്ചൻ മരിച്ചു, അമ്മച്ച മരിച്ചു കോവിഡായിട്ട്. ആരെങ്കിലും കൊണ്ടുവന്ന് അടക്കിയോ? അടക്കിയില്ല. മെഡിക്കൽ കോളേജ് റെസ്ക്യൂ ടീം വന്നു. ഡെയിലി വേജസ്. ഒരു ശവം അടക്കുന്നതിന് ഇത്ര വെച്ച് മനുഷ്യൻ ചൊവ്വായിലും ചന്ദ്രനിലും പോകുന്ന പോലെ കോട്ട് സൂട്ട് ഇട്ട് കോവിഡ് രോഗിയെ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് കൊണ്ട് അടക്കിയിട്ട്, അല്ലെങ്കിൽ എവിടെങ്കിലും സെമിത്തേരി അടക്കിയിട്ട് മൊബൈലിൽ കൂടെ മാറി ലൈവ് കാണിച്ച് അച്ചായനെ അടക്കിയത് അടക്കുന്നു. സ്വോത്രം. ശവം അടക്കാൻ നിത്യപ്രവർത്തിക്കാർ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറങ്ങി എപ്പോഴാ? കര ഉയരുന്നില്ലല്ലോ അമ്മമ്മേ. അയ്യോ, കോവിഡ് ആരും കണ്ടില്ലയോ? സ്വോത്രം. തിരുവനന്തപുരം ജില്ല എത്ര പേര് നമ്മുടെ സൗകര്യങ്ങൾ മരിച്ചുപോയി, കർത്തൃദാസന്മാർ മരിച്ചുപോയി. പോസിറ്റീവായ രോഗിയെ ഒരു പാസ്റ്റർമാരെ കൊണ്ട് പ്രാർത്ഥിച്ചു. അവരുടെ മക്കൾക്ക് ഒരു അന്ത്യചുംബനം കിട്ടിയോ? ഇല്ല. അവർ കൊണ്ടുപോയി അടക്കുന്നത് നിങ്ങളുടെ മൊബൈലിൽ കൂടെ കാണിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തത്. അതിന് പ്രത്യേക ചെറുപ്പക്കാരെ നിയോഗിച്ച്. ഇതാ സാമ്പിൾ വെടിക്കെട്ടായതെല്ലാം. അന്ത്യകാലം വരാറായി. ഡെയിലി വേജസിന് നിത്യപ്രവർത്തിക്കാരെ എഴുന്നേൽക്കും. അടുത്തത് ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. വായിച്ചേട്ടമോളെ. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. 7 മാസത്തിന്റെ പ്രത്യേകത ബൈബിളിൽ നോട്ട് ചെയ്യണം. ഈ ആറ്റമായുധം പൊട്ടിയാലേ അതിൻ്റെ അടുത്തൂടെ പോയി അവർക്കെല്ലാം റേഡിയേഷൻ ഉണ്ടാവും. തുമ്മുന്നവൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുമയുടെ ജലദോഷം നമുക്ക് അടിക്കും. അതുകൊണ്ട് 7 മാസം വരെ ആറ്റമൻ്റെ റേഡിയേഷൻ കുറയാൻ വേണ്ടി 7 മാസത്തിന് ശേഷം പരിശോധന കഴിക്കുമെന്ന്. അതാ കോവിഡ് കഴിഞ്ഞതിന് ശേഷം പെരുങ്കടവിൽ ആശുപത്രി ചെന്നപ്പം 7 മാസം കഴിഞ്ഞപ്പോൾ ഒരു ബോർഡ് വെച്ചു, പോസ്റ്റ് കോവിഡ് ക്ലിനിക്. സന്തോഷമില്ലല്ലോ? കോവിഡ് വന്നവർക്ക് ഡോക്ടറെ കാണാൻ. 7 മാസം കഴിഞ്ഞ് ശരീരത്തിൽ എന്തോ മാറ്റം ഉണ്ടായി. അമ്മമ്മയ്ക്ക് തലവേദന ഉണ്ടോ, അച്ഛന് ശ്വാസമുട്ടുണ്ടോ, ഷുഗർ ലെവലുണ്ടോ, അതിൻ്റെ പേരാ പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക്. ഇതൊക്കെ നോക്കണം. അവിടെ ചെന്ന് ലാഭിയിരിക്കുന്ന പെങ്കൊച്ചിനെ നോക്കാതെ ഈ പോസ്റ്റ് നോക്കണം, പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക്. അപ്പം കാര്യം പിടികിട്ടു. സ്വോത്രം. അന്നേരം ആ സിസ്റ്റർ പറയുന്നത്, കോവിഡ് 2 പ്രാവശ്യം വന്നായിരുന്നു, വാക്സിൻ എടുത്തായിരുന്നു, ആ ക്ലിനിക്കിൽ പോയി ഡോക്ടറോട് കാര്യം പറ, ബാക്കിയെല്ലാം നോക്കട്ടെ. അതുപോലെ ഡെഡ് ബോഡി അടക്കാൻ 7 മാസം കഴിയും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്നവർ. അന്നത്തെ യുദ്ധത്തിൽ ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും. കിടക്കുന്നു. ആരും ഈ അസ്ഥി തൊടത്തില്ല. ആറ്റം റേഡിയേഷൻ. അതിനരികെ ഒരു അടയാളം വെക്കും. പറയാം. അടുത്തത് അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഹാമോൻ ഗോഗ് ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ 3-ാം ലോകമഹായുദ്ധം നടന്നാൽ 2 വാർത്ത കേട്ടോണം. ഇവിടെ ശ്രദ്ധയോടെ ഇരിക്കണം. തമിഴ് പുലികളുടെ നേതാവ് വേലുപ്പിള്ള പ്രഭാകരൻ, പുള്ളിക്കാരനെ കൊന്നത് LTTയുടെ നേതാവിനെ കൊന്നത് ക്ലസ്റ്റർ ബോംബാ. അതിനകത്ത് ബട്ടിക്കോല വെച്ചാൽ കൊന്നത്. ബാക്കി ഇവിടുത്തെ പേപ്പറുകാർ കാണിച്ചില്ല. അവൻ്റെ ബോഡി കടന്നത് ബട്ടിക്കോബയില. ഷീറ്റ് പതപ്പിച്ചിട്ടത്. 6 മാസം കഴിഞ്ഞിട്ട് വേലുപ്പിള്ളയുടെ മകൻ്റെ ബോഡി അവർ ജാഫിനെ കടലിൽ കൊണ്ടുപോയി കുത്തിത്താത്ത് റേഡിയേഷൻ വെക്കാതെ. നമ്പർ 1 അത് പൊട്ടിയത് ക്ലസ്റ്റർ ബോംബാ. പൊട്ടാൻ 18,000 റെഡിയായിട്ടിരിക്കുക അമ്മമ്മേ. ചില്ലറയല്ല, 18,000 തീരാൻ പോവ ലോകം. അത് കഴിഞ്ഞതിന് ശേഷം കൊല്ലം ജില്ല പരവൂർ അവിടെ പൊട്ടിയത് ഉത്സവത്തിന് പൊട്ടാസ്യം നൈട്രേറ്റ് 136 പേര് രാത്രി ഉത്സവം കാണാമെന്നവരെ കൈ വേറെ, കാല് വേറെ, കണ്ണു വേറെ. കൊല്ലം ജില്ല പരവൂർ. കണ്ടില്ലേ? എൻ്റെ ബ്രദറിൻ്റെ മകന് ഇന്നവൻ DSP. ഞാനവിടെ വെള്ളറട 5 പരങ്കാല CSIയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് 2 അച്ഛന്മാരും എൻ്റെ സ്നേഹിതർ, ഇസ്രായേൽ തോമസ് അച്ഛനും ഷൈനച്ഛനും CSIക്കാർക്ക് ഇവിടെ ഉണ്ടേ അറിയാം. അവരെല്ലാം സ്നേഹിതർ. അന്ന് ഞാൻ അവിടെ പോയി രാത്രി പോയി രാവിലെ ചെന്ന് ഞങ്ങളുടെ നാട്ടിൽ കണ്ട്. അന്ന് ആദ്യമായിട്ടായി മാസ്ക് ചെയ്യാൻ വെക്കത്. സ്വോത്രം. ഒരു യൂണിഫോം തന്ന് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം വന്ന കണ്ണ്, കയ്യെ, കാലൊക്കെ വേറെ. അതെല്ലാം ഒന്ന് തിരിച്ചു കൊടുത്തില്ല. കുറേയൊക്കെ അറിയാവുന്ന ബോഡി ഒട്ടിച്ചു കൊടുത്ത് ബാക്കിയെല്ലാം കൂടെ പരവൂ കായലിൽ കൊണ്ടുപോയി കുത്തി കടലിൽ. കേരള പോലീസ് അന്ന് ചെയ്താ. സ്വോത്രം.
എന്താ ഇത് വഴിയരിയെ കിടന്നില്ല. അങ്ങനെ ഇത് കണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഒരാറ്റമായത് ഇവിടെ പൊട്ടിയാൽ, കാവല്ലൂര് അച്ചായോ ഈട്ടിപ്പെട്ടി കേറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, ലോകേ ഞാൻ നോട്ടം കാണത്തില്ല, കാട്ടാക്കട വെറൈറ്റി മാർപ്പിളെ RIP കാണത്തില്ല, പരിപ്പ് വട കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല. വഴിയരിയ കിടക്കുന്ന മനുഷ്യന്റെ അസ്ഥി കൊണ്ടുപോയി പൂവാറിലെ കടലിടുക്കിലോ നെയ്യാറിലെ വെള്ളത്തിൽ റേഡിയേഷേക്കാതെ കൊണ്ട് കുത്തിത്താക്കുന്ന കാലം ഇവിടെ വരാറായി. പരവൂർ കണ്ടെങ്കിൽ, ശ്രീലങ്ക കണ്ടെങ്കിൽ, കോവിഡ് രോഗിയുടെ ഡെഡ് ബോഡി 12 അടി താഴ്ച 1 ഗ്രാം വൈറസിനെ പേടിച്ച് വലിച്ചെറിഞ്ഞെങ്കിൽ, അതിലും വലിയ ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യന്റെ ശരീരം ഭൂമുഖത്തില്ലാതെ വെള്ളത്തിൽ കുത്തിത്താക്കുന്ന കാലം ഇവിടെ വരാറായി. കാവല്ലൂര് വരാനിരിക്കുന്ന ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോണോ? കരമുയരുന്നില്ലല്ലോ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. കരമുയർത്തിയാട്ട്, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി യോഗം ഇവിടെ തീരാറായി. നാളെ യോഗമില്ല. One more time revises, the third day is the fourth day. Also I am saying that two words. മറ്റൊരുത്തനിലും രക്ഷയില്ല. മക്കളെ, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്വത്രം. കാലം തീരാറായി. പലരും വിചാരിക്കും ഒന്നും നടക്കത്തില്ലെന്ന്. കോവിഡ് വന്നപ്പോഴാണ് പാസ്റ്ററെ അറിഞ്ഞത് ഇങ്ങനെ സംഭവങ്ങൾ വരുമെന്ന്. കോവിഡ് വരുന്നവർ അൽപകാമും കുഴിമന്തി മൊബൈലും അടിച്ച് പടപട കറങ്ങിയതല്ലയോ? 1 ഗ്രാം ഇറങ്ങിയപ്പോൾ സാമ്പിളായില്ലയോ? എല്ലാത്തിനെയും കൂട്ടി കയറ്റിയില്ലയോ? പ്രൈസ്തലോടില്ല, ഹല്ലേലൂയയില്ല, മുഖം മാസ്ക്. അതിലും വലുതാ വരാൻ പോകുന്ന സ്വത്രം. ഇതിലും വലുതാ കാവല്ലൂര് വരാൻ പോകുന്ന സാമ്പിളായത് നടന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഇന്ത്യക്കാർ വരെ യുദ്ധത്തിൽ മനുഷ്യൻ്റെ ശവശരീരം അടക്കം ആൾ കാണത്തില്ല. ഇടയ്ക്ക് ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് മൊബൈൽ അടിക്കണം. ഏഷ്യാനെറ്റ് ഒരു പെങ്കൊച്ചുണ്ട്, അളകനന്ദാവ്. അവളുടെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യണം, ഇതാ ലാസ്റ്റ് വയലൻസ് അറ്റാക്ക് ഇൻ റഷ്യ ഉക്രൈൻ സെമിത്തേരി ഒന്ന് കാണിക്കാൻ പറയണം. വഴിനീള കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് 24 ന്യൂസ് PP ജെയിംസ് അടിക്കണം. റഷ്യയിലെ ഉക്രൈനിലെ ശവടക്കം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ അജിയെ കൊണ്ട് അത് പോസ്റ്റ് ചെയ്ത് തരാം. അതിൻ്റെ വീഡിയോ ഞാൻ അജിക്ക് അയച്ചു കൊടുക്കാം. ഉക്രൈനിൽ നിന്ന് ആൾക്കാർ എനിക്ക് അയച്ചെന്ന് പാസ്റ്റർ പറഞ്ഞ് ശരിയാ. വഴിനീള കിടക്കാന്ന് ശവം. അതിനെ തള്ളി ഷീറ്റോടുകൂടി താഴെ ഇടുവന്നു. സ്വത്രം. അച്ഛനില്ല, തിരുമേനിയില്ല, പട്ടക്കാരൻ്റെ പാസ്റ്ററില്ല. കല്ലറ കെട്ടിയവൻ്റെ ശവം കല്ലറ പോലും അടക്കാൻ പറ്റിയല്ലോ. സ്വത്രം. ഇന്ന് രാത്രി ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്. തീർന്നില്ല സൗകര്യമാരെ. അടുത്തത്, ഈ ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥയും കൂടെ ജീവിച്ചിരിക്കുന്നവർ പലരും പറയും ഇത് ഉപദേശിച്ചാൽ വയറ്റിപ്പടിപ്പിനാന്ന്. കഷ്ടം. ഞങ്ങളുടെ വയറ്റിപ്പടിപ്പിനൊന്നുമില്ല, എനിക്കറിയാം. സ്വത്രം. എനിക്കിവിടെ 4 ദിവസം പ്രസംഗിച്ചില്ലേലും പുറത്ത് പോയി പഠിപ്പിച്ചാൽ നല്ല കാശ് കിട്ടും. സ്വത്രം. എന്തിനായി കിടന്ന് നെഞ്ചേറി പ്രസംഗിക്കുന്നത്? ഒരാത്മാവ്. സന്തോഷമില്ലല്ലോ. 99 കസ്റ്റഡിയിലുണ്ട്. പോയ ഒന്നിനെ തേടി ഒരിടയൻ വന്നെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം ആയിരങ്ങളല്ല, കാവല്ലൂർ ഒരു പാപിയുടെ മാനസാന്തരത്തിനായി യോഗ സ്വർഗം വെച്ചത്. സ്വത്രം. അതുകൊണ്ടാ നെഞ്ചേറി. നിങ്ങൾ പറയും ഇതൊക്കെ വെറുതെയാണ്. സ്വത്രം. ആത്മാർത്ഥമായിട്ട് എവിടെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു കുഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സ്വത്രം. ആയിരങ്ങൾ വേണ്ട, ഒരു കുഞ്ഞിനെ തേടിയ ഇടയൻ വന്നത്. 99 നല്ല ഇവിടെ കിടക്കട്ടെ. കസ്റ്റഡി വിട്ടുപോയി ഒന്നിനെ തേടി ഇടയൻ വന്നെങ്കിൽ ആ നല്ല ഇടയൻ തൻ്റെ ജീവൻ ആടുകൾക്ക് വേണ്ടി കൊടുത്തെങ്കിൽ ആ കുഞ്ഞാടിൻ്റെ വിലയറിഞ്ഞെന്ന് രാത്രി ചിലതിൻ്റെ കരമുയരും. സ്വത്രം. വേദിക്കകത്ത് അതാ സുവിശേഷവും. അതുകൊണ്ട് ദൈവയോഗത്തെ സ്നേഹിച്ചു. 6 മണി തൊട്ട് മഴയില്ല. മഹാദൈവത്തിൻ്റെ കരുണ എത്ര വലുത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇനി എന്ത് സംഭവിക്കും? വയ്ക്കാം. ശകരിയ പ്രവചനം 14:4-5. നാട്ടുകാരെല്ലാം ഇതൊക്കെ പറയണം അമ്മമ്മേ. സ്വോത്രം. ഇതാ സുവിശേഷ പ്രസംഗം. സക്രിയ 14:4-5. യെരൂശലേമിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന ജാതികൾ. വായിച്ചട്ടെ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും. യഹൂദനല്ല, വരുന്നവന്റെ കാര്യമെല്ലാം തീരാൻ പോവാ. സകല ജാതികൾ. യഹൂദനല്ലാത്തവന്റെ മുഴുവൻ പേര് ജാതികൾ. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാണിത്. അടുത്ത വാക്ക്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. ഈ ഭാഗം മോളം നിർത്തിയാട്ടെ. ഇസ്രായേലിന്റെ ഒരു സാധനരിപ്പുണ്ട്, ചെറുപ്പക്കാർ കേൾക്കണം. അതിന്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. ഗാസയിൽ അത് വിതറരുതെന്ന് UN പറഞ്ഞു. പേപ്പർ വായിച്ചവർക്കറിയാം. പേപ്പർ വായിക്കണം നിങ്ങൾ. ഗാസയിൽ അടി തുടങ്ങിയപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞ എന്തുവെന്നറിയോ? അത് വിതറരുത്. അത് വിതറിയാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ വൈറ്റ് ഫോസ്ഫറസ് വീണാൽ നമ്മുടെ 90-കാരി അമ്മച്ചി വടിയിടിച്ച് അടക്കുന്ന പോലെ നടക്കും. മാസങ്ങൾ കഴിയുമ്പോൾ
നട്ടലിനകത്ത് ഇൻഫെക്ഷനാവും, എഴുന്നേക്കത്തില്ല മനുഷ്യൻ. ഇത് അന്ത്യകാലത്ത് ഇത് വിതറും മക്കളെ. ഇതെല്ലാം നടക്കാൻ പോവാ. ഇതാ കിടക്കുന്ന ഇതിൻ്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. ഗാസ യുദ്ധം തുടങ്ങിയപ്പോൾ UN ഇസ്രായേലിനോട് പറഞ്ഞു, പേടിക്കണം, കടുങ്കൈ ചെയ്യുന്നവനാ ഇസ്രായേൽ, കണ്ണിച്ചോരയില്ലാത്തവനാ. സ്വോത്രം. ഇവ ഇത് വിതറുമെന്ന് അറിഞ്ഞുകൊണ്ട് അമേരിക്കൻ പറഞ്ഞു, ദേവി അത് വിതറരുത്. വിതറിയാൽ ആയിരക്കണക്കിന് ഗാസയ്ക്കകത്ത് നടുപൊങ്ങാതെ മനുഷ്യൻ അവർ നിവർന്ന് നിൽക്കുമ്പോൾ, വൈറ്റ് ഫോസ്ഫറസ് ഇതൊക്കെ വായിക്കണം. അവർ നിവർന്ന് നിൽക്കുമ്പോൾ വായിച്ചാട്ടെ, അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. ബൈ പാർഷ്വൽ സബ്സിക്വന്റൽ ഫോസ്ഫറസ് ഗോയിങ് ഓൺ റേഡിയോ. അതുപോലെ ഒരു വികീരണം പോലെ ശരീരത്തിൽ ഇറങ്ങിയാൽ പതിയെ പതിയെ ഇൻഫെക്ഷൻ വന്ന് പഴുക്കും. മലയാളം, ഷുഗർ രോഗികളുടെ കാൽ ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയാൽ അവസാനം മേൽ വരെ പഴുത്ത് മുറിച്ചുകൊണ്ടേ പോകാൻ പറ്റൂ. കര ഉയരുന്നില്ലല്ലോ അമ്മാമ്മേ. ഇതേ സംഭവം വൈറ്റ് ഫോസ്ഫറസ് മനുഷ്യന്റെ ശരീരത്ത് വീണാൽ മാംസം ചീഞ്ഞഴുകിപ്പോവും. അന്ത്യകാലം ഇതെല്ലാം വാരി വിതറാൻ പോവാ. അടുത്ത വാക്ക് രണ്ടാമത് വായിച്ചാട്ടെ, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ആറ്റം പൊട്ടിയാൽ കണ്ണ്, ആറ്റമായുധം. ഹിരോഷിമ നാഗസാക്കി 400 ഡിഗ്രി സെന്റിഗ്രേഡ് വെള്ളം തിളച്ചു. ആറ്റമായുധം പൊട്ടിയാല് മനുഷ്യന്റെ കണ്ണ് തടത്തിൽ. അന്ന് കൊച്ചുങ്ങൾ രാവിലെ ഓടി കണ്ട് ആകാശത്തെ മഴവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ചെന്ന് ചാടിയിട്ട് എന്താ സംഭവിച്ചത്? അവരുടെ കണ്ണ് തടത്തിൽ നിന്ന് ഉരുകിപ്പോയി. വെള്ളം ചൂടായാൽ 400 ഡിഗ്രി സെന്റിഗ്രേഡിലെ വെള്ളം ചൂടാവുന്നത് ആറ്റം പൊട്ടിയാൽ. നമുക്കിതൊക്കെ കുഞ്ഞുകളിയായിട്ടിരിക്കും. ഇതിൻ്റെ ഒരു ചെറുതാ കശുമാവിൽ തളിച്ചത് എൻഡോസൾഫാൻ. കേട്ട ആരെങ്കിലും ഉണ്ടോ? മിണ്ടുന്നില്ല. വായിക്കണം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പോകുമ്പോൾ ചില കുഞ്ഞുങ്ങളെ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക, പൈസ കൊടുക്കണം. എൻഡോസൾഫാൻ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡെല്ലാം എന്നെ അറിയാം. അവിടുത്തെ ബന്ധിക്കോസുകാരെടുത്ത് ചോദിച്ചാൽ മതി. എല്ലാ പ്രസംഗരെയും അവർക്ക് അറിയത്തില്ല കേട്ടോ. അവരും പുത്തരിക്കണ്ടവും തിരുവനന്തപുരം കുമ്പനാടും തിരുവല്ലയൊക്കെ നിൽക്കത്തുള്ളൂ. കാസർഗോഡ് ഞങ്ങളുടെ വേലക്കാരും പോവുകയല്ല. സ്വോത്രം. സന്തോഷമില്ലല്ലോ. ലൈവ് പോയാലും കുറവാ. കവർ കമ്തിയെ ബൈ കുഞ്ഞൻ കവർ അതുക്ക് താൻ ഞങ്ങ ആൾ പോവാതെ. സ്വോത്രം. കാസർഗോഡ് ചെന്നാൽ മതി. സ്വോത്രം. അവിടെ കാണും. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഏറ്റവും അറിയാം. കശുമാവിൽ തളിച്ച എൻഡോസൾഫാൻ കൊല്ലങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇന്നും കാസർഗോഡ് ചില കുഞ്ഞുങ്ങളുടെ കവിളിങ്ങനെ ഇരിക്കും, പല്ലിങ്ങനെ ഇരിക്കും, കണ്ണിങ്ങനെ ഇരിക്കും. കരമുയർത്ത് മക്കളെ. ഇതൊക്കെ TV കാണണം. എൻഡോസൾഫാൻ വൈകിട്ട് ഗൂഗിളിൽ ചെന്ന് അടിച്ചു നോക്ക്. ആറ്റമല്ല, കശുമാവിൻ്റെ പൂവിന് വേണ്ടി അടിച്ച എൻഡോസൾഫാൻ. അങ്ങനെ ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ കണ്ണ് തടത്തിൽ തന്നെ. പോകണമെങ്കിൽ ഇന്ന് രാത്രി ടിക്കറ്റ് മേടിച്ച് പൊക്കോണം. അതിനുവേണ്ടി യോഗം. അടുത്തത് മനുഷ്യന്റെ വായിച്ചാട്ട് മോളെ. അടുത്ത നാവ്. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. കിടക്കുന്ന ആറ്റം റേഡിയേഷൻ വായ്ക്കകത്ത് നാവ് ചീഞ്ഞഴുകി പോകും. സ്വോത്രം. തമിഴ്നാട്ടിൽ പോകണം. തോവാള, വിരികോട് കൺവെൻഷൻ പോകണം. വൈകിട്ട് തമിഴ്നാട്ടുകാർ ഉള്ള മാങ്ങ എല്ലാം പറിച്ചു കൊണ്ടുവരും. പായ്ക്കകത്താ കൂട്ടുന്നത്. എന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുത്തൻ നിന്ന് ഞങ്ങളുടെ ഉപദേശിമാർ സ്പ്രേ അടിക്കുന്നല്ലോ, ഒറ്റയടി. സ്വോത്രം. പെട്ടി കയറ്റും. നാളെ രാവിലെ കുന്നത്തുകാല്, കരക്കോണം, അത് കഴിഞ്ഞ് പാറശാല, പെരുങ്കടവിള, അരിമേന കോട്ടൂക്കാണ് മാങ്ക. കോട്ടൂക്കോണം മാങ്ക തിന്നോളാം. സ്വോത്രം. തലേന്ന് വൈകിട്ട് പടപട വെരികോടും തോവാളയും പായ്ക്കകത്തിട്ടിരിക്കുന്ന മാങ്ങയാ പിറ്റേന്ന് രാവിലെ പഴുത്തിറങ്ങുന്നത്. പറഞ്ഞു തരാം. അത് മാങ്ങ. അങ്ങനെയെങ്കിൽ അതിലും വലിയ ആറ്റ അങ്ങോട്ട് വായിക്കകത്തടിച്ചാൽ മമോ അച്ചായോ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണിൽ പാടുന്ന വാ പിന്നെ പുഴുത്തിരിക്കുന്നു. സ്വോത്രം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ? തീരാൻ പോവുക. ഇന്ന് രാത്രി കേട്ടോ, അവർ നിവർന്ന് നിൽക്കുമ്പോൾ വൈറ്റ് ഫോസ്ഫറസ് അവർ കുനിഞ്ഞു പോകും. ആറ്റം പൊട്ടിയാൽ കണ്ണെന്തോ ചെയ്യും? തടത്തിൽ നിന്ന് ഉയർ പോവും. ആറ്റം പൊട്ടിയാൽ സംസാരിക്കുന്ന നാവ്, വായ്ക്കകത്ത് ഇൻഫെക്ഷൻ വന്ന നാവ് പോകും. ഈ ദിവസത്തെ ഓർത്ത് സ്വർഗം ഒരു വാക്ക് പറഞ്ഞു. അവസാനിപ്പിക്കാൻ പോവാ പ്രസംഗം. അതാ ശിംശോൻ പാസ്റ്റർ പറഞ്ഞ ഇന്ന് രാത്രി. ഈ ദിവസം ഉലകത്തെ വരാൻ പോന്നു. ആ ദിവസത്തെ ഓർത്ത് സ്വർഗം ഒരു വാക്ക് പറഞ്ഞു. ബൈബിളുള്ളവരെല്ലാം എടുത്താട്ട് സുവിശേഷ പ്രസംഗം യോഹന്നാൻ 9:4. ഇനി നമുക്ക് ഈ വർഷം ഇവിടെ ഇല്ല. 2024 ഞാൻ എന്ത് ചെയ്യണം? എന്നെ അയച്ചവന്റെ. വായിച്ചാട്ട് മോളെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഇപ്പൊ ആരെയും കരമുയരുന്നില്ലല്ലോ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. ഞങ്ങളുടെ ജോലിയല്ല സുവിശേഷ പ്രസംഗം. അടുത്ത വാക്കൂടെ കേൾക്കുമ്പോൾ അറിയാം. ശിംശോൻ ഭാഷ പറഞ്ഞ ഭാഗത്തിൽ എത്തിച്ചേരാം. കേട്ടോണേ. നില്ല്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി എന്താ? ഞങ്ങളുടെ മാത്രം ജോലിയല്ല സുവിശേഷ പ്രഭാഷണം. അമ്മമ്മേ, ഒരു തീരുമാനം ഇവിടെ 2024 പെന്തിക്കോസ് കൊണ്ടുവരാനല്ല. ആരോടെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയണം. കരമുയരുന്നില്ലല്ലോ.
പഠിക്കുന്ന മോനെ, നീ മതപരിവർത്തനത്തിനോ മറ്റു പരിവർത്തനത്തിനോ പോകരുത്. ആരോടെങ്കിലും സംസാരിക്കാൻ പറയണം, ഞങ്ങളെ ഈ സമാധാനത്തിൽ നിർത്തിയത് യേശുവാ, ഞങ്ങളുടെ രക്ഷകൻ യേശുവാ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുവിൻ. അതിനുവേണ്ടി ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. നിർത്താം. അടുത്ത വാക്ക് ആർക്കും. വായിച്ചാട്ട് മോളെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഇതാ ശിംശോൻ പാസ്റ്റർ പറഞ്ഞു. മിണ്ടുന്നില്ലല്ലോ, കരമുയരുന്നില്ലല്ലോ. ഇനി കരമുയർത്ത്. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുവേ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് മലാക്കിയോട് ചേർന്ന് പറയണം, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, കരമുയർത്തുന്നവർക്കായി നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുടങ്ങാൻ കാലമായി. അവസാനിപ്പിക്കാൻ പോവാ. എന്നാൽ അതിനു മുമ്പ് നമുക്ക് പോകാൻ ഒരു വീടുണ്ട്. യേശു പറഞ്ഞു, ഞാനല്ല മാളികമുറി പ്രഭാഷണം. വായിക്കാം. യോഹന്നാൻ 14:1-2-3. ചില മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കും. യോഹന്നാൻ 14:1-2 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്തത് ദൈവത്തിൽ വിശ്വസിപ്പി. എന്നിലും വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. തമിഴ് ബൈബിളാ ഏറ്റവും ക്ലിയർ. അപ്പാ വീട്ടിക്ക് കൊട്ടാരം ഇരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ മൈ ഫാദേഴ്സ് ഹൗസ് ബൾക്കോ പാലസ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൊട്ടാരമുണ്ട്. മലയാളത്തിൽ ഒരു മിസ്റ്റേക്കില്ല സ്ഥലമാണെന്ന് പറയാം. അടുത്തത് വായിച്ചാട്ടെ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. യേശു നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്ക്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു നിങ്ങൾക്ക് വീട് ഒരുക്കുവാൻ പോകുന്നു. അടുത്ത വാക്ക്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ. യേശു ക്രിക്കറ്റ് കളിക്കാനോ അവിടെ വേറെ മറ്റു പരിപാടിക്കൊന്നുമല്ല പോയിരിക്കുന്നത്. വീടൊരുക്കാൻ പോയി. ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. കാവല്ലൂരെ പഴിഞ്ഞിപ്പാറേ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവം യേശു മാത്രം. കരമുയർത്തുന്നില്ലല്ലോ. ഉലകത്തിലെ മഹാന്മാരല്ല ഇന്ന് രാത്രി കല്ലറയിൽ കിടക്കുമ്പോൾ പലസ്തീന്റെ പടിഞ്ഞാറെ ചെരുവിൽ 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്നു. അവനിവിടെയില്ല. മരിച്ചവരിൽ ആദ്യമല കട്ടിയായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും അവൻ മധ്യാകാശത്തിൽ മടങ്ങി വരും. ഇതാ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ. വചനഭകത്തേക്ക് കാറൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനിൽ ലെനിനും അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവിടെ സോവിയറ്റ് യൂണിയനിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജിയും ഇന്ദിരാജിയും രാജീവ്ജിയും എല്ലാം കിടക്കുന്നു ചുവപ്പ് കോട്ടയിൽ. എന്നാൽ അരിമറ്റക്കാരൻ്റെ യോസഫിൻ്റെ കല്ലറ അവൻ ആർക്കും കടക്കാരനല്ല. സ്വോത്ര യോസഫിൻ്റെ കല്ലറ കിട്ടിയെങ്കിൽ അതുപോലെ തിരിച്ചു കൊടുത്ത് ഇന്ന് രാത്രി മടക്കി കൊടുത്തിട്ട് കൊട്ടാരത്തിൻ്റെ മണ്ണിൽ ഹല്ലേലൂയ മധ്യാകാശത്തിൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ആയിരക്കണക്കിന് വീടുകൾ ഒരുക്കുന്നു. ഇന്ന് രാത്രി കൂടാരമായ ഭൗമഭവനം ഈ മണ്ണിൽ തീർന്നാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി ദാ കിടക്കുന്നു. ക്ഷീരപഥത്തിൽ 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ, 6000 വീടുകൾ മധ്യാകാശത്തിൽ. 9 ഗ്രഹങ്ങളാ ഉള്ളത് കുഞ്ഞുങ്ങൾ. ആ 9 ഗ്രഹങ്ങൾ ദാണ്ടേ ജീവിക്കാൻ ഭൂതഭൂമി. എത്ര ഗ്രഹങ്ങൾ? 9 ഗ്രഹങ്ങൾ. 9 ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. എന്നാൽ മാരായപ്പെട്ട സ്കൂളിലെ സയൻസ് ടീച്ചറോട് ചോദിക്കണോ ഇപ്പോൾ 9 ഉണ്ടോ? അവർ പറയുമില്ല, 9 8 ഉള്ളു. പ്ലൂട്ടോയെ വെട്ടി 6000 കോടി വീട് മധ്യാകാശത്തിൽ വിത്ത് 5 കമ്പാർട്ട്മെന്റ്സ് അവസാനിപ്പിക്കാൻ പോകുന്നു. 1 മരിച്ചവരിൽ ആദ്യഫലക്കറ്റിയ ക്രിസ്തു, 2 സഭയാകുന്ന മണവാട്ടി, 3 പീഡാകാല രക്തസാക്ഷികൾ, 4 2 പേര് ഇവിടെ വന്നിട്ട് മരിച്ചു വീണ്ടും എടുക്കപ്പെടും, ഹാനോക്കും ഏലിയാവും, 5 ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാർക്കാൻ 6000 കോടി വീട് മധ്യാകാശത്തിൽ ഒരുങ്ങി. അച്ചായ ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? മമയെ ഈ രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? മകനെ മകളെ ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? ആ വീട്ടിൽ പോകാൻ ആർക്ക് താല്പര്യമുണ്ട്? കരമുയരുന്നില്ലല്ലോ. നിത്യ വീട്ടിൽ സ്വോത്രം. അവിടെ പോകണമെങ്കിൽ 7 കാര്യം നടക്കണം. ഇനി ചെറുപ്പക്കാരകൾ വെളിനാട്ടിക്ക് വേല പാക്കത് പോയ ആരെങ്കിലും ഇരിക്കുന്നത് വലത് കരത്തെ തൂക്കി പിടിക്കാം. ഗൾഫ് രാജ്യത്ത് വേല ചെയ്യാൻ പോയ ആരെങ്കിലും ഉണ്ടോന്ന് കൈ ഉയർത്തുന്നല്ലോ. മമ്മ ധൈര്യമായിട്ട് കൈ ഉയർത്തും. വിസയൊന്നും എനിക്ക് വേണ്ട, സ്വോത്രം. പൈസയും വേണ്ട, വിഷമിക്കേണ്ട. മനെ കൈ ഉയർത്ത് വെളിനാട്ടിൽ പോയി
ആണ്ട് ചെറുപ്പക്കാരെല്ലാം ഇരിക്കുന്നല്ലേ, ഇനി അങ്ങോട്ടൊന്നും പോട്ടെ, ഇവിടെ നിന്ന് ധൈര്യമായിട്ട് വേല ചെയ്ത് അല്ലെങ്കിലും ആ പാട് സ്വോത്രം. അവിടെ കാര്യമൊക്കെ ശരിയായി, എല്ലാം ശരി, അങ്ങോട്ടൊന്നും പോകണ്ട സ്വോത്രം. ഈ മോൻ എവിടെ ചെന്നു? തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്നപ്പോൾ അവനെ കയറ്റി നേരെ ദുബായിക്ക് കൊണ്ടുപോയി. ഇല്ല, 7 കാര്യം: 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 ബോർഡിംഗ് പാസ്, 4 എമിഗ്രേഷൻ, 5 അവൻ്റെ ശരീരമല്ല ചെക്ക് ചെയ്തു, 6 കേസുകൾ വല്ലതും ഉണ്ടോ, 7 വാതിൽ തുറന്നു. അതുപോലെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ 1 രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? യോഗത്തിക്ക് മുടിവാവത് നാൾ തമിഴ്നാട്ട് ഭാഷയിൽ പറഞ്ഞാൽ കൈ ഉയർത്തി കർത്താവിനെ ഏമാത്തി കാണിക്കുന്നതല്ല രക്ഷ. സന്തോഷമില്ലല്ലോ. അതിൻ്റെ പേരാ ക്രിസ്തു മരിച്ചവരിൽ ആദ്യബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായി കൊണ്ട് ഏറ്റു പറയണം. അതിൻ്റെ പേര് രക്ഷ. രക്ഷിക്കപ്പെട്ട നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മുടിയൻ പുത്രൻ പറഞ്ഞതുപോലെ, അപ്പ അറിയായ്മയുടെ കാലങ്ങളിൽ വഴികൾ തെറ്റിപ്പോയി ഞാൻ അപ്പൻ്റെ പാദപീഠത്തിൽ വന്നു, എനിക്ക് പറ്റിയ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അതിൻ്റെ പേര് റിപ്പന്റൻസ്, മാനസാന്തരം. മാനസാന്തരപ്പെട്ട നീ എന്ത് ചെയ്യണം? അനുദപിക്കണം. കൊച്ചുപീടിയും കഞ്ചാവും എല്ലാം മാറ്റിക്കളയണം, അനുദപിക്കണം. അനുദപിച്ച നീ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. സ്വോത്രം. സ്നാനം പെന്തിക്കോസിൽ ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി ജഡത്തിൻ്റെ രാഗമോഹത്തെ കുഴിച്ചുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. 5 സ്നാനപ്പെട്ട നീ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആരാധിക്കുന്ന 6 നീ തിരുമേശയിൽ പങ്കാളിയാണ്. കാൽവറിയിലെ മരണം എൻ്റെ ചങ്കിനകത്ത് ചലിക്കുമ്പോൾ അവൻ്റെ വരവരെ തിരുശരീരവും തിരുരക്തവും കൈകൊണ്ട് നീ ഭക്ഷിച്ച് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. 7ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ആ കുഞ്ഞിനെ നോക്കി ദൈവം പറയും, എൻ്റെ കാന്തി, എൻ്റെ പ്രാവേ, കരമുയർത്തയാട്ടെ. വെളിപ്പാട് 17:8-9 കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായി. ഇനി കാവല്ലൂരിൽ വചനം കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സത്യസുവിശേഷത്തിൻ്റെ ഏടുകൾ ഇവിടെ കേട്ടു. ദൈവം കാവല്ലൂരിനോട് കനിവ് കാണിച്ചതാ. ഈ വചനം കേട്ട് ഇതുവരെയും ഈ പദ്ധതിയിൽ രക്ഷയുടെ പെട്ടകത്തിൽ കിടക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരാ, ഈ രാത്രി കടന്നാൽ നാളെ എഴുന്നേൽക്കുമോ എന്നറിയത്തില്ല. അതിനു മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് തിരുമേശയുടെ മുൻപിൽ മുട്ടുമടക്കി നാഥൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നാൽ നിന്നെ ചേർക്കുവാൻ സ്വർഗത്തിൻ്റെ രഥങ്ങൾ ഇറങ്ങി വരാറായി. തള്ളിക്കളഞ്ഞ കല്ല്, മൂലക്കല്ല് നിർത്താൻ പോവാ. പണ്ട് യോസഫേ എല്ലാവരോടും അവനെ, പാവപ്പെട്ടവനെ എല്ലാം റെഡിയാക്കി അങ്ങ് ശരിയാക്കി. അവസാനം അവൻ കാരാഗ്രഹത്തിൽ നിന്ന് എവിടെ ചെന്നറിയാം? ഒരു നിഴല. അവൻ എവിടായി? ഇപ്പോൾ പറവോൻ്റെ കൊട്ടാരത്തിൽ ഉപപ്രധാനമന്ത്രി. ചേട്ടന്മാരെന്ത് ചെയ്തു? കേട്ടോണോ ഈ കഥ? ചേട്ടന്മാരെല്ലാം പലവ്യഞ്ജനത്തിനും അരിയും ചാക്കിനുമാണ് വന്നത്. സ്വോത്രം. അരിയും ചാക്കും എല്ലാം യോസഫ് കൊടുത്തു. എന്നിട്ട് മിസ്രയീമിൻ്റെ രഥങ്ങൾ യാക്കോബ് വല്യപ്പൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെത്തി. 72 പേർക്ക് വിസയും വല്യപ്പച്ചനെയും കൊണ്ടുപോകാനായിട്ട്. അതൊരു നിഴലെങ്കിൽ തള്ളിക്കളഞ്ഞ കല്ല്, കരമുയർത്തിയാട്ടെ. സ്വോത്രം. യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ രഥങ്ങളുമായി തൻ്റെ സഭയെ ചേർക്കുവാൻ യേശു വരാറായി. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ നിർത്താൻ പോവാ. ഇന്നലെ രാത്രി ഞാൻ ടൈറ്റാനിക്കിൽ പറഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി കേട്ടോണേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ടൈറ്റാനിക്കിന് അന്വേഷിച്ച് ആര് പോയി? 5 പണക്കാർ, ദുബൈക്കാരൻ, കാനഡക്കാരൻ, പാകിസ്ഥാൻകാരൻ ഒരു പേടകത്തിൽ പോയി. ഓഷ്യൻ ടൈറ്റാനിക്. കടലിനടിയിൽ കൂടി പേടകം മൂളിയിട്ട് പോയി. ടൈറ്റാനിക്ക് തകർന്നതിൻ്റെ തൊട്ടുപുറം 450 മീറ്റർ വെച്ച് അവരുടെ പേടകം തകർന്നു. പത്രത്തിൽ വാർത്ത. നാട്ടുകാരെല്ലാം പ്രാർത്ഥിച്ചു. തകർന്നു. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടൊന്നും കൊണ്ടുപോകത്തില്ല. അത് മാത്രം നമ്മൾ പെന്തിക്കോസുകാർ വായിച്ചു. ബാക്കി ഒരു കഥയും കൂടെ കേട്ട്, ജീവിക്കുന്നൊരു ദൈവമുണ്ടോ? ഗ്രൗണ്ടിൽ പോകുമ്പോൾ പറയണം, ഉണ്ട്. ഒരമ്മ 4 കുഞ്ഞുങ്ങൾ. മൂത്ത മോൾ 14, രണ്ടാമത്തവൾ 11, മൂന്നാമത്തവൾ 9, അവസാനം 9 മാസമുള്ള രാങ്കൊച്ച്. ഒരു കൊച്ചു വിമാനം അപ്പനെ തിരക്കി യാത്രയാ. പോയ കാടേതാ? ആമസോൺ. കേട്ടവർക്കായി സ്വോത്രം. ആമസോണിൽ ആ വിമാനം തകർന്നു. അമ്മ മരിച്ചു, ക്യാപ്റ്റൻ മരിച്ചു, രക്ഷിക്കാൻ വന്ന മൂപ്പൻ മരിച്ചു. 3 ശവം. അതിൻ്റെ മേളിൽ കൂടെ ഒരു 14കാരി, ഒരു 11കാരി, ഒരു 9കാരി, 9 മാസമുള്ള കുഞ്ഞിനെ കരം പിടിച്ച് നടത്തി. 40 ദിവസം. രാത്രിയിൽ പാമ്പ്, വൈകിട്ട് മഴ. സ്വോത്രം. അവർ ഇങ്ങനെ നടന്നു പോയി. 40-ാം പക്കം ഇട്ടിരുന്ന ഒറ്റ ഉടുപ്പ് മുണ്ടുമായിട്ട് 9 വയസ്സുള്ളൊരു കുഞ്ഞിന്
3 കൊച്ചുങ്ങൾ കയ്യിൽ താങ്ങി നടന്നു. 40-ാം ദിവസം വനാന്തരത്തിൻ്റെ സമീപത്ത് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ കുഞ്ഞുങ്ങളുടെ പാദചലനം അറിഞ്ഞു. അവരോടി വന്നു. ക്ഷീണിച്ചവസരായി കുഞ്ഞുങ്ങളെ ആംബുലൻസിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോയി. അതുവരെ പത്രം വായിച്ചു. ആശുപത്രി കൊണ്ടുപോയി 4 കുഞ്ഞുങ്ങളെ ഡ്രസ്സ് കൊടുത്തു. ക്ഷീണം കൊണ്ട് ട്രിപ്പ് കൊടുത്തു. 14, 11, അതിനുശേഷം 9 മാസമുള്ള കുഞ്ഞ്. അവിടെ ഒരു ബ്രിട്ടീഷുകാർ പത്രത്തിലേക്ക് വന്നിട്ട് പട്ടാളക്കാരോട് ചോദിച്ചു, ഇത്രയും ഭീകരമായൊരു കാട് 40 ദിവസം ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ നടന്നു? ആര് വെള്ളം കൊടുത്തു? എങ്ങനെ അവർ നടന്നു? മൂത്ത കുഞ്ഞിനോട് ചോദിക്കാൻ. ട്രിപ്പിട്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ മുൻപിൽ ഈ ബ്രിട്ടനിലെ പത്രാധിപതി വന്നിട്ട് ചോദിച്ചോട്ട്, ഓ മൈ ഡിയർ ഗേൾ, എൻ്റെ പ്രിയ പെൺകുട്ടി, ഹൂ ഈസ് റൂട്ടഡ് ലാസ്റ്റ് 14 days in Amazon forest in the evening, simultaneous rain and heavy touching snakes. ഭയങ്കരമായ പാമ്പുകളും വൈകിട്ട് പെരുമഴയും പെയ്യുന്ന ആമസോണിനകത്ത് കൊടയും വടിയുമില്ല, റെയിൻ കോട്ടുമില്ല. 40 ദിവസം നിങ്ങളെ ആര് വഴി നടത്തി? ആ പെൺകുട്ടി പറഞ്ഞു, സിസ്റ്റർ, ഐ ഡോണ്ട് നോ, ആൻ അൺസീൻ പവർ റൂട്ടഡ് എവരിതിങ്. ഒരദൃശ ശക്തി ഞങ്ങളെ 40 ദിനം കരം പിടിച്ച് നടത്തി. പെന്തിക്കോസ്തുകാരെ കരമുയർത്തിയാട്ട്. ലോകത്തിലെ ധനവാന്മാർ സമുദ്രത്തിന്റെ അടിക്കകത്ത്, ഓ ഹല്ലേലൂയ, ടൈറ്റാനിക്കിനെ കാണാൻ പോയപ്പോൾ പേടകം തകർന്നപ്പോൾ ഒരു പേടകവുമില്ലാതെ 4 പിഞ്ചുങ്ങളെ കരഞ്ചുങ്ങളെ 40 ദിവസം വനാന്തരത്തിൽ നടത്തുവാൻ ഒരദൃശ കരം ഇറങ്ങി വന്നെങ്കിൽ 2024 വിളിച്ചു പറ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക്, കരമുയർത്തുന്നവർക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന ദൈവം, നീ മുടിഞ്ഞു പോകാതെ നിന്റെ തലമുറകളെ കാക്കുന്ന ദൈവം. ബിക്കോസ് ഹി ഈസ് അലൈവ്, അവൻ എന്നും ജീവിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? എൻ്റെ യേശു വരാൻ കാലമായി. വചനം കേട്ട് മറുതലിക്കരുതേ സഹോദരങ്ങളെ. യൂദായ്ക്ക് എത്ര അവസരം കൊടുത്തു? 5 അവസരം. എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ, എന്നോടുകൂടെ പന്തിയിലിരിക്കുന്നവൻ. ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നവൻ. അവസാനം ഒരു വാക്കേ യേശു കാൽവറിയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ ദൈവമേ, ഇവർ ചെയ്യുന്നതെന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. 57 കൺവെൻഷൻ കാവല്ലൂരിൽ നടന്നിട്ടും ഇതുവരെയും അവസരം നഷ്ടപ്പെടുത്തി പാപത്തിൻ്റെ പങ്കിലമായ ജഡജീവിതം നയിച്ച് മദ്യപാനവും മയക്കുമരുന്നും ഏറ്റെടുത്ത് നീ പോയാൽ യൂദായെ പോലെ കെട്ടിത്തൂങ്ങി മരിക്കേണ്ടി വരും. എന്നാൽ ഇന്ന് രാത്രി കാൽവറിയിലേക്ക് മടങ്ങി വന്ന് 2021 ഡിസംബർ മാസം 17-ാം തീയതി ഒരു തീരുമാനമെടുത്താട്ട്, നാളെ ഞാൻ ആയിരിക്കുന്നത് കൃപയെങ്കിൽ എൻ്റെ പാപകരമായ ജീവിതം വിട്ട് നല്ലൊരു പൈതലായി ജീവിപ്പാൻ കാൽവറിയിലെ കള്ളനെ ഒരുക്കിയതുപോലെ ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണമേ. യൂദാ 3.5 വർഷം അപ്പം തിന്നു, അത്ഭുതം കണ്ടു, സകലതും ചെയ്തു. പക്ഷേ മുന്നറിയിപ്പുകൾ അവഗണിച്ചു. അക്കൽദാമയിൽ പുരോഹിതന്മാരുടെ നിലത്തിനകത്ത് 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞു. നിലത്തിനകത്ത് മരത്തിനകത്ത് കെട്ടി. അവൻ എന്താ സംഭവിച്ചു? അവൻ്റെ തല താഴേക്ക് പതിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഭീകര മരണം. അവൻ്റെ ശരീരത്തിൻ്റെ കുടൽമാല പുറത്തുപോയി. പക്ഷേ 2 കള്ളന്മാർ നിൽക്കുമ്പോൾ ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു. മറ്റേ കള്ളൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ മിണ്ടരുത്, നമ്മൾ തൂങ്ങണ്ടവരാ. 5 കോടതികൾ മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. ആ സമയത്ത് ആ കള്ളൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി. ഇതിൻ്റെ പേരാ മാനസാന്തരം. അവൻ പറഞ്ഞു, അവന് പിടികിട്ടി അവ ഇവിടെ തീരുന്നവനല്ല, രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. സ്വോത്രം. കള്ളൻ പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവേ, നീ രാജാവായി മടങ്ങി വരുമ്പോൾ ഈ കൊടും പാപിയായ എന്നെയും ഓർക്കണേ. ക്രൂശിന്റെ വചനം കരമുയർത്തിയാട്ടെ. നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, എന്നാൽ കാത്തിരിക്കുന്ന നമുക്ക് ദൈവശക്തി. യേശു പറഞ്ഞു, IPCയുടെ കൗൺസിൽ ഒന്ന് ആലോചിക്കട്ടെ, ചർച്ച കോഡിൻ്റെ ഓവർസിയർ സൈൻ ചെയ്യട്ടെ, ഷാരോന്റെ മിനിസ്ട്രിക്കാർ സൈൻ ചെയ്യട്ടെ, അല്ലെ AGയുടെ സൂപ്രണ്ട് സൈൻ ചെയ്യട്ടെ, അല്ലെ കൊല്ലങ്കോട് ദൈവസഭയെ കത്ത് കൊടുക്കാം. അതൊന്നും യേശു പറഞ്ഞില്ല. തീരുമാനമെടുത്തവൻ്റെ മുൻപിൽ പ്രാണൻ വിടുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. നാളെ കൺവെൻഷനില്ല. നെഞ്ചുകീറി സത്യവചനം 4 മൈലുകൾ ചുറ്റി ബോക്സിനകത്ത് കേട്ടുമ്പോൾ ഗ്രൗണ്ടിൽ വരണ്ട. കാൽവറിയിലെ കള്ളൻ പറഞ്ഞതുപോലെ, മാതാവേ, പിതാവേ, വലുതും ഭയങ്കരവുമായ ഒരു ദുർഘട ദിവസം വരുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിത്യരക്ഷയിലേക്ക് കടക്കുവാൻ കള്ളൻ പറഞ്ഞതുപോലെ പാപിയായ എന്നെയും നീ ഓർത്തുകൊള്ളണമേ.
നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ഇന്ന് രാത്രി വഴിയിൽ വച്ച് യൂത പട്ടുപോയതുപോലെ പട്ടുപോകാതെ നിത്യജീവന്റെ ഉടമയായ യേശുവിനെ ചുംബിപ്പേൻ. ഇന്ന് രാത്രി അവസാന രാത്രി. ഇപ്പോൾ ഞങ്ങൾ പാടും, അതിനുശേഷം സോളോ പാടും. ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങൾ കൈ ഉയർത്തണം. നാളെ യോഗമില്ല, മഴയൊന്നും വരത്തില്ല, എല്ലാവർക്കും എഴുന്നേൽക്കാം. നാളെ യോഗമില്ല, ഇന്ന് രാത്രി, ഇനി അടുത്ത ദിവസങ്ങളിൽ ഇവിടെ യോഗങ്ങളുമില്ല. പുതുവർഷം വരെ നമുക്ക് പോകുവാൻ ഒരനുഗ്രഹത്തിൻ്റെ ഗീതത്തോട് വീശുക. ഈ തോട്ടത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ സഭയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ ചർച്ചുകളിൽ ഒരന്ത്യകാലത്തിൻ്റെ ഉണർവിൻ്റെ, സുവിശേഷത്തിൻ്റെ, വചനത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ കാറ്റടിപ്പാൻ ഏവരും ചേർന്ന് പാടി ഈ പട്ടണം വിടുവിക്കപ്പെടുവാൻ ഒന്ന് കരമടിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ച് വീശുക. എല്ലാ കരങ്ങളും പഠിച്ച്, എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയ്ഡ് രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ എല്ലാ കരങ്ങളും പഠിച്ച് പട്ടണം ഉണരട്ടെ. ആയിരങ്ങൾ യേശുവിനെ കാണട്ടെ. യെസ്, വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി ചലിക്കട്ടെ. വീശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുക. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, പട്ടണത്തിലെ സഭകൾ ഉണരട്ടെ. പാട്ടുപാടുവാൻ, സാക്ഷി കൊല്ലുവാൻ, ദൂതറിയുവാൻ, സഭയും മുഴങ്ങിടുന്നു. ശക്തിയായൊരു വേള ശക്തിയായൊരു വേള സ്നേഹത്താലും വിശ്വാസം കൂടട്ടെ, ധൈര്യം നൽകട്ടെ. സ്നേഹത്താലും വിശ്വാസം കൂടട്ടെ, ധൈര്യം രാജൻ ദേശമെങ്ങും മുഴങ്ങിടും. രാജൻ വരുമൊരു തൊഴികൾ ദേശമെങ്ങും മുഴങ്ങിടും. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ വെളിപ്പെടുത്തും. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ ഭൂതങ്ങൾ അലറിയോടുന്നു. പുതുഭാഷകൾ ചൊല്ലു, കുഷ്ഠരോഗം മാറുന്നു. എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഭൂതങ്ങൾ അലറിയോടുന്നു. പുതുഭാഷകൾ ചൊല്ലു, കുഷ്ഠരോഗം മാറുന്നു. ജനമൊന്ന സോദരാ, നീ ഒരുങ്ങിടുക, വെറുത്തിടുക, വേഗം ലഭിച്ചിടുക, പോകാൻ. സോദരാ, നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ലഭിച്ചിടുവാൻ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാങ്ങി പോകുവാൻ ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാങ്ങി പോകുവാൻ എല്ലാ വായികളും തുറന്ന് വരുമൊരു നമ്മുടെ പ്രാണപ്രിയ ശക്തിയോടെ ഉണർവ് എല്ലാ ദൈവത്തെ ആരാധിച്ചു.
അല്പസമയ കരങ്ങളെ പിടിച്ച് ആരാധിച്ചാട്ടെ. എല്ലാ കെട്ടുകളും ആരാധന ദൈവകരം വെളിപ്പെടട്ടെ. എല്ലാ കരങ്ങളും അന്യഭാഷയിൽ അടിച്ചാട്ടെ. അന്യഭാഷയിൽ കരമടിച്ച് അല്പസമയ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാണ്. ദേശത്തെ അന്ധകാര ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ സ്വർഗത്തിന് ഭൂമിക്ക് നാഥന യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ അടിയട്ടെ. എല്ലാ രോഗക്കെട്ടുകൾ, എല്ലാ ശാപക്കെട്ടുകളും, എല്ലാ അന്ധകാരത്തിന്റെ കെട്ടുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പ്രശംസ ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി ദൈവകരം ഇറങ്ങട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ. Oh Lord, the mighty moments, the precious time of Jesus Christ, the blood of Jesus gave a victory in this last day. കൃപയേ, കൃപയേ, കൃപയേ. ആയിരങ്ങളിലേക്ക് ശക്തി ഒഴുകട്ടെ. പട്ടണത്തിൽ ആയിരങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ലോക രാജ്യങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ഈ ഗ്രൗണ്ടിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചിലരെ വാർത്തെടുക്കട്ടെ. ഓ ലോർഡ്, യെസ്. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമാണ്. വിരൂപമാക്കപ്പെട്ട ശരീരം കാൽവറിയിൽ കണ്ട യോഹന്നാൻ 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. 139 മുള്ളൊരു കിരീടം യേശുവിന്റെ തലയിൽ അടിച്ചിറക്കി. പെരിട്ടോണിയസിന്റെ ചാട്ടവാറിന്റെ വാളച്ചുണ്ടയും ഈയക്കട്ടയും ഏത് മനുഷ്യനെയും തകർത്ത് കളയുന്ന വിരൂപരൂപം കണ്ട യോഹന്നാൻ ക്രൂശിന്റെ മാറിൽ ചേർന്നിരുന്നവൻ അവസാനം കണ്ടത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുള്ളിൽ ചുട്ട് പിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാദം കണ്ട യോഹന്നാൻ മുട്ടുമടക്കി. ഒരു കരം അവനെ തൊട്ടു. ആദ്യൻ അന്ത്യൻ. ഇന്ന് രാത്രി പ്ലീസ് യോഹന്നാനെ തൊട്ട കരം, നാളെ ഇവിടെ യോഗമില്ല, എന്നെ ഒന്ന് തൊടണം. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, ഒരു വീടിന് വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി, കർത്താവേ ഈ യോഗം കഴിഞ്ഞു പോകുമ്പോൾ സ്വർഗത്തിന്റെ കരം എൻ്റെ മേൽ ഇറങ്ങണമേ. യോഹന്നാനെ തൊട്ട കരം എൻ്റെ ക്യാൻസറിന്റെ അണുവിന് ഇന്ന് രാത്രി അഴിക്കണം. യോഹന്നാനെ തൊട്ട കരം എൻ്റെ ഹാർട്ടിന്റെ പമ്പിംഗ് റേറ്റ് ഇന്ന് രാത്രി മാറ്റി തരണം. ഇന്ന് രാത്രി എൻ്റെ കിഡ്നിയുടെ ക്രിയാറ്റിന്റെ അളവ് മാറ്റുവാൻ യോഹന്നാനെ തൊട്ട കരത്തിന് കറയും. ഇന്ന് രാത്രി എൻ്റെ തൈറോയിഡിന്റെ ട്യൂമറിനെ മാറ്റുവാൻ യോഹന്നാനെ തൊട്ട കരത്തിന് കഴിയും. ആരിന്ന് രാത്രി കരമുയർത്ത്? കുഞ്ഞുങ്ങളോട് ചേർന്ന് എല്ലാ കരങ്ങളും ഉയർത്തിയാട്ട്. 2 അടി പാടുമ്പോൾ പ്രാർത്ഥിച്ച് അവസാനിക്കും. യെസ്. ആദ്യനും മധ്യനും എല്ലാ കരങ്ങളും, യെസ്, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക്. ഒരു പൈതലായി താഴ്മയോടെ
ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി. എന്റെ രോഗത്തിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി യേശുവിന്റെ രൂപവും ഭാവവും. യെസ്, എല്ലാ വായുകളും തുറന്ന് ആരാധിച്ചാട്ടെ. പച്ചത്തെ ആത്മശക്തി, നാദാ കരങ്ങളെല്ലാം ഉയർത്തിയാട്ടെ. ആദ്യനും അന്ത്യനുമായവൻ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ ആ കരം, വലത് കരം ഉയർത്തി പിടിച്ചാട്ടെ. ദാസയ്യൻ പാസ്റ്ററില്ല, ഷിംഷോൻ പാസ്റ്ററില്ല, സജു ചാത്തന്നൂരില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ ക്യാമറ ഇന്ന് രാത്രി സഹോദരി നിന്നെ കാണും. പഠിക്കുന്ന മോനെ ഇന്ന് രാത്രി നിന്നെ കാണും. ഒരു ഭാവിക്ക് വേണ്ടി ടെസ്റ്റ് എഴുതുന്ന മോളെ കരം ഉയർത്തിയാട്ടെ. ഈ ഗ്രൗണ്ടിലെ ദൈവകൃപ നീ ഏറ്റെടുത്ത് പോകുമ്പോൾ രാത്രി സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അടുത്ത ദിവസം ആശുപത്രിയിൽ പോകുന്നവർ ആ കരം ഉയർത്തിയാട്ടെ. ദൈവകരം ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ തൊടും. എല്ലാ കണ്ണുകളും അടഞ്ഞ് പ്രാർത്ഥന ആവശ്യമുള്ളവർ ആ കരം ഉയർത്തിയാട്ടെ. ദ ലാസ്റ്റ് മോമെന്റ്, ദ പ്രഷ്യസ് മോമെന്റ്, mighty presence of Holy Spirit come to the ground. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. അൻപുള്ള യേശു சாமி, അങ്ങേ നമ്പി ഉൻ പിള്ളകൾ വന്നിരിക്കുന്നത് ஆண்டவரின் வல்லமை பரிசுத்த ஆத்மாவின் தூவை ஆவி இந்த കരം ഉയർത്തിയ ഒവ്വൊരു മേലും ഈ രാത്രി ഇറങ്ങി വരട്ടെ. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ വഹിച്ചു, വേദനകൾ ചുമന്നു. അവന്റെ അടിപ്പിണറിൽ സൗഖ്യമെങ്കിൽ ഇന്ന് രാത്രി എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയ്ഡ് രോഗങ്ങളും, എല്ലാ ഹാർട്ട് അറ്റാക്ക് രോഗങ്ങളും, എല്ലാ സ്പോണ്ടിലൈറ്റിസ് രോഗങ്ങളും ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശരീരങ്ങൾ അഴിഞ്ഞു മാറട്ടെ. 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീ അനേക വാതിലുകൾ മുട്ടിയിട്ട് ഒരു സൗഖ്യമില്ലാതിരുന്നപ്പോൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ ഇന്ന് രാത്രി കരുണാമയന്റെ കരം ചില ശരീരത്തിലെ രോഗത്തിന്റെ അണുക്കള് വലിച്ചു മാറ്റുന്നതിനായി ഞങ്ങൾ ഇപ്പോൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഈ കരമുയർത്തിയ മക്കളെല്ലാം ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ചാട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടി കൊതിക്കുന്നവർ, ഒരു ഭവനത്തിന് വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ടെസ്റ്റ് എഴുതുന്ന കുഞ്ഞുങ്ങൾ, കൂലിവേലക്കാർ, ഇന്ന് രാത്രി ഹല്ലേലൂയ മറ്റു ജോലികൾ ചെയ്യുന്നവർ, കർത്താവിൻ്റെ വേലക്കാർ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കാവല്ലൂരിലെ സകല നാട്ടുകാരും, നാനാജാതി മതസ്ഥരും, കച്ചവടക്കാരും, സകല മതക്കാരും, ബിസിനസ്സുകാരും, ഇവിടുത്തെ തൊഴിലാളികളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പട്ടണത്തിലെ ദൈവസഭകൾ മാനിക്കപ്പെടട്ടെ. പാസ്റ്റേഴ്സ് അനുഗ്രഹിക്കപ്പെടട്ടെ. അടുത്ത നാളുകൾ സഭകളിലേക്ക് ആത്മാക്കളുടെ ഒരു പ്രവാഹം, ഒരു അന്ത്യകാലത്തിന്റെ ഉണർവിന്റെ കാറ്റ് ഈ പട്ടണത്തിൽ അടിക്കട്ടെ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു പുതുവർഷം ഇവിടെ പിറക്കുമ്പോൾ സമാധാനത്തോടും ഐക്യത്തോടും ജീവിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വാക്കളുടെ മേൽ ഈ രാത്രി പതിക്കുന്ന രാത്രിയാകട്ടെ. സമാധാനത്തിന്റെ ദൈവം കാവല്ലൂരിനെ കാത്താട്ടെ. ആകാശവും ഭൂമി സൃഷ്ടിച്ച യഹോവയാൽ കഴിഞ്ഞ 4 രാത്രി വചനം കേട്ടവരും, കടന്നു വന്നവരും, ഇതിൽ പങ്കെടുത്തവരും, പിന്നിൽ നിന്നവരും സ്വർഗീയ സിയോനിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ പുതുവർഷത്തിൽ നിറയട്ടെ.